കനത്ത മഴയാണ് സംസ്ഥാന വ്യാപകമായി. തൃശൂർ ചാലക്കുടി മേഖലയിൽ പലയിടങ്ങളിലും വെള്ളം കയറിയെന്ന വാർത്ത വരുന്നു. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. പെരിങ്ങൽകുത്ത് ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് രാവിലെ 11 മണിക്ക് സ്ലൂയിസ് വാൽവ് തുറക്കും. സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പെയ്ത ശക്തമായ മഴയിലാണ് ചാലക്കുടിയുടെ വിവിധ മേഖലകളിൽ വെള്ളം കയറിയത്. ഞാനിപ്പോൾ ഉള്ളത് മംഗലൻ ഉന്നതിയാണ്. ചാലക്കുടി പരിയാരം പഞ്ചായത്തിൽപ്പെടുന്ന പ്രദേശമാണ്. ഇവിടെ ഇന്നലെ വലിയ രീതിയിൽ വെള്ളം കയറി എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ വീടിനൊക്കെ ഏകദേശം ഈ നിലയിലേക്കൊക്കെ വെള്ളം ഉയർന്നിരുന്നു. ഇന്നലെ അതോടുകൂടി ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ അടക്കം മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ഇതിനോട് സമീപത്ത് തന്നെ പരിയാരത്തെ സ്കൂളിലാണ് താൽക്കാലിക ക്യാമ്പ് തുറന്നിരിക്കുന്നത്. ഈ മേഖലയിൽ നിരവധി കുടുംബങ്ങളുണ്ട്. അവരെ എല്ലാം തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 40 കുടുംബങ്ങളെ ഇതിനോടകം ചാലക്കുടിയിൽ മാറ്റിപ്പാർപ്പിച്ചു എന്നുള്ളതാണ് ഔദ്യോഗികമായി തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ രാവിലെ അല്പനേരം മഴ വിട്ടുനിന്നെങ്കിലും ചാലക്കുടിയിൽ ഉൾപ്പെടെ വീണ്ടും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, നിരവധി വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചാലക്കുടി പുഴയിൽ ക്രമാതീതമായി തന്നെ ജലനിരപ്പ് ഉയരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പെരിങ്ങൽകുത്തിൽ ഈ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 11 മണിയോടുകൂടി ഈ പെരിങ്ങൽകുത്ത് ഡാമും കൂടി തുറക്കും എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ചാലക്കുടി പുഴയിൽ വീണ്ടും ഈ ജലനിരപ്പ് ഉയരുന്നതിനുള്ള സാധ്യതയുണ്ട്. നിലവിൽ മഴ അല്പം വിട്ടു നിൽക്കുന്നത് മാത്രമാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. രാവിലെ മഴ വിട്ടു നിന്നതിനെ തുടർന്ന് ചെറിയ രീതിയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ അടക്കം പറയുന്നത്. ആശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ ഈ പെരിങ്ങൽകുത്ത് ഡാം കൂടി തുറന്നു കഴിഞ്ഞാൽ എന്താകും സ്ഥിതി എന്നത് സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ അടക്കം അറിയിക്കുന്നത്. കമ്മളങ്ങോട്, അതോടൊപ്പം തന്നെ കമ്മളം, അതോടൊപ്പം തന്നെ കപ്പത്തോട് തുടങ്ങി വിവിധ മേഖലകളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ കാണാം, ഒത്തിരി വീടുകളുള്ള ഒരു മേഖലയാണ് ഇത്. എല്ലാം തന്നെ ഈ വെള്ളം കയറിയതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി തുടങ്ങിയതിനെ തുടർന്ന് മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഈ വീടുകളിലുള്ള ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചിരിക്കുന്നത്. ഇവരെല്ലാം സമീപത്തെ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരിൽ കനത്ത മഴ വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദേശീയപാതയിലടക്കം ഈ മഴയെ തുടർന്ന് മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് അങ്കമാലി ദേശീയപാതയിൽ കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് വിവരം. അതോടൊപ്പം തന്നെ തൃശ്ശൂർ നഗരത്തിലടക്കം വെള്ളക്കെട്ട് വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലും ശക്തമായ മഴയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതാണ് ചാലക്കുടി പുഴ കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നതാണ്. പെരിങ്ങൽകുത്ത് ഡാം അതുകൂടി തുറക്കുന്നതോടെ എന്താകും? സ്ലൂയിസ് വാൽവ് 11 മണിയോടെ തുറക്കും. വലിയ ആശങ്കയുണ്ട് ആ മേഖലയിൽ താമസിക്കുന്നവർക്ക് എന്നതാണ് സൂരജ് സജി നൽകിയ വിവരം.